മച്ചമ്മീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ആമ്പലിൻ്റെ ട്രെയിനിൻ്റെ വെള്ളക്കാണ് ഉള്ളത്. അപ്പോൾ ഒരുപാട് നമ്മൾ ഈ ആമ്പലിന് ഒരുപാട് പൂക്കൾ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം പിന്നെ നമ്മൾ ശ്രദ്ധിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഒറ്റ പൂവേ അങ്ങനെ വിരിയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തൈകളുണ്ട്. ഇവിടെ എല്ലാം റെഡി ആയിട്ട് ഒരുപാട് തൈകളുണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം എടുത്തിട്ട് ചെറിയൊരു പരിപാടി കണ്ടാ എത്രയാ തൈകൾ ഉണ്ടാ, ഇത്രയും പാട് തൈകളുണ്ട്. ഇത് കംപ്ലീറ്റ് ഈ വയലറ്റിൻ്റെ തൈകളാണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം എടുത്തിട്ട് ചെറിയൊരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെയാകുമ്പോൾ നമ്മൾ ഓരോരോ പൂവേ ഇങ്ങനെ വിരിഞ്ഞിട്ട് കാണുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വയലിൽ കുറച്ച് കാലിയായ സ്ഥലമുണ്ട്. ആ സ്ഥലത്തേക്ക് നമ്മളിത് ഓരോന്നും കൊണ്ടുപോയിട്ട് നടേണ്ട ഒരു പരിപാടിയാണ്. പിന്നെ കൃഷിയൊന്നും ചെയ്യാത്തൊരു സ്ഥലം, ഒരു വെള്ളക്കെട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് ഒരുപാട് പൂക്കൾ വിരിഞ്ഞിട്ട് കാണാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഇവിടെയെല്ലാം ഇനിയും ഒരുപാട് തൈകളുണ്ട്. ഇതെല്ലാം കണ്ടാൽ ഇതെല്ലാം മുളച്ചിട്ട് വരുന്ന തൈകളാണ്. അപ്പോൾ എന്താ അല്ല, നമുക്ക് ഇതെല്ലാം എടുക്കാം. അപ്പോൾ സാനി അതെ മതി, കൂടുതൽ വേണ്ട, അതന്നെ ഇപ്പം തന്നെ ഒരുപാടായതാ. സാനി എന്നാൽ അതെടുക്കുക, നമുക്ക് നേരെ വയലിടത്തേക്ക് പോവാം. അപ്പോൾ അതിനെന്തെല്ലാം ചെറിയ പണികളെല്ലാം ഉണ്ട്. ടിഷ്യൂ എല്ലാം വേണം, അതെല്ലാം എടുക്കുക സാനി. അപ്പോൾ ടിഷ്യൂവും റബ്ബറെല്ലാം എടുത്തില്ലേ, റബ്ബർ നൂലെല്ലാം എടുത്തില്ലേ. അപ്പോൾ നമുക്ക് നേരെ വയലിലേക്ക് പോകാം അല്ലേ. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് വയൽ. നമ്മൾ നേരെ വയലിലേക്ക്. അപ്പോൾ നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഇവിടെയാണ്. ഇവിടെയാണ് ഒരുപാട് വെള്ളക്കെട്ടും ആയിട്ട് നല്ല കാണാൻ രസമുള്ള സ്ഥലമാണ്. ഇവിടെയെല്ലാം നല്ല എപ്പം വെള്ളം നിറഞ്ഞേക്കുന്ന സ്ഥലമാണ്. പക്ഷേ ആടി ഇട്ടിട്ട് കാര്യമില്ല സാനി, ആടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത മഴ വരുമ്പോഴത്തേക്ക് എല്ലാം ഒലിച്ചു പോകും. അപ്പോൾ നമ്മൾ നേരെ അതാ ഇവിടെയെല്ലാം ഒരുപാട് വെള്ളം കെട്ടിക്കുന്ന സ്ഥലമാണ്. ഇവിടെയൊന്നും കൃഷി ചെയ്യില്ല, കുറേ വർഷമായിട്ട് അങ്ങനെ കൃഷി ചെയ്യാണ്ടിട്ട സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഇവിടത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് ഇടാൻ കഴിയില്ല. അപ്പം നമുക്ക് എന്താ ചെയ്യണം, വലിച്ചെറിഞ്ഞിട്ടും കാര്യമില്ല. വലിച്ചെറിഞ്ഞ് കഴിഞ്ഞാൽ പൊങ്ങിക്കിടക്കും, വേര് താഴേക്ക് ഇറങ്ങി കിട്ടാൻ കുറച്ച് പണിയാണ്. അപ്പം നമുക്ക് ചെറിയൊരു പണിയുണ്ട് അതിന്. അപ്പോൾ നമ്മൾ ഈ തൈകളെല്ലാം എടുത്തിട്ട് അതിൽ ചെറിയൊരു പണി ചെയ്യാണ്ട് നമുക്ക് സാനി. നമുക്ക് നേരെ പാലത്തിൻ്റെ മേലിരിക്കും. ആടെയാകുമ്പോൾ നമുക്ക് ഇരുന്നിട്ട് ചെയ്യാൻ നല്ല സുഖമാണ്. കുറച്ച് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ കുറച്ച് ചളി കോരിയെടുക്കണം സാനി. ചളി കോരിയെടുക്കുക, കൈ കൊണ്ട് മാരിക്കോ, പ്രശ്നമൊന്നുമില്ല. കുറച്ച് ചളി വേണം അതിന്. ചളി കോരിയാ ഇനി നമുക്ക് അടുത്തേക്ക് പാലത്തിൻ്റെ അടുത്തേക്ക് നടക്കാം. കുറച്ചേ വേണ്ടു, നമുക്ക് ആ ടിഷ്യൂവിൻ്റെ അകത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നേരെ പാലത്തിൻ്റെ മേലേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ചെയ്യാമല്ലേ. അപ്പോൾ ചെറിയ പണിയുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചാടുന്നതിന് മുമ്പായിട്ട് ചെറിയ പണിയുണ്ട്. ഇവിടെയൊക്കെ തൈകളെല്ലാം ഒരുപാടുണ്ട്. നമ്മൾ ആ ഒരു വാരലിൽ തന്നെ കിട്ടിയ തൈകളാണ്, ഇത്രയും പാട് തൈകളുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് സെറ്റാക്കണം. പണി ആരംഭിച്ചൂടെ സാനി? അപ്പോൾ കുറച്ച് ചളിയെടുത്ത് വെച്ച് ടിഷ്യൂവിൽ നമ്മൾ ടിഷ്യൂവിനെ എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അടത്തേക്ക് വലിച്ചെറിഞ്ഞ് ഏകദേശം കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് തന്നെ ടിഷ്യൂ ദ്രവിച്ചു പോകും അല്ലേ. ഇങ്ങനെ മാലയായി കിടക്കുമായിരുന്നു ചെടികളെല്ലാം. അപ്പോൾ സാനി അതിൽ നിന്നൊരു ചെടി എടുത്തിട്ടുണ്ട്. നല്ല അടിയിൽ കിഴങ്ങലുണ്ട്. അപ്പോൾ വേര് വരുന്ന ഭാഗം, ആ കിഴങ്ങ് വരുന്ന ഭാഗം ആ ചളിയിലേക്ക് അമർത്തിയിട്ട് ഇല മാത്രം പുറത്താക്കിയിട്ട് അത് കെട്ടുക. അവിടെ ചുറ്റി വെക്ക്, എന്നിട്ട് പുറത്തെടുത്ത് വെക്ക്. സാനി നേരത്തെ ഒന്ന് റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിന് നൂല് വെച്ച് കെട്ടണം. ശ്രദ്ധിച്ച് ചെയ്യണം സാനി, കാരണം ഇലകളെല്ലാം ചെറിയ കുഞ്ഞി ഇലകളാണ്. ഇലകൾ മാത്രം പുറത്താകുന്ന വിധത്തിൽ ഒരു ഉണ്ടയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേമാതിരി നമ്മൾ കുറേ ചെടികളുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് അങ്ങനെ ചെയ്തെടുക്കണം. ടിഷ്യൂവിൻ്റെ അകത്തേക്ക് പൊതിഞ്ഞിട്ട് എടുക്കണം. കാണാൻ നല്ല മനോഹരമായ സ്ഥലമാണ് കേട്ടോ. അതെ, നമ്മളെ നാട്ടിലെ മനോഹരമായ സ്ഥലങ്ങളിലാണിത്. നമ്മൾ പണ്ട് കളിച്ച് വളർന്ന സ്ഥലമാണ് ഇതെല്ലാം. എന്താ പണ്ട് ഈ തോട്ടിൽ തന്നെയാണ് എപ്പോൾ മീൻ പിടിക്കാൻ പോക്കും. സാനി അച്ഛനെന്താ പണ്ട് ഇവിടുന്ന് കളിച്ച് വളർന്നു ഈ തോട്ടിൽ തന്നെയാണ് മീൻ പിടിക്കലും പരിപാടിയെല്ലാം. നമ്മളെ വീട് ഇവിടുന്ന് കാണുന്നുണ്ട്. അതാണ് നമ്മളെ വീട്. അപ്പോൾ സാനി ജോറായിട്ട് പണി ആരംഭിച്ചിട്ടുണ്ട്. കുറേ എണ്ണം ആക്കണം സാനി, ഒരു 5-6 എന്തായാലും ആക്കണം. ഇത് ശരിക്കും 1-2 തൈകളൊന്നുമല്ല, ഒരുപാട് തൈകളുണ്ട്. നമ്മൾ ആ ഒറ്റൊരു വാരലിൽ തന്നെ എനക്കൊന്നൊരു 10-20 തൈകൾ കിട്ടിയിട്ടുണ്ട് തോന്നുക. ഒരുപാട് തൈകൾ നമ്മളെ തൊട്ടടുത്തുള്ളവരെല്ലാം ആരെങ്കിലും വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് കൊടുക്കുവേ. കാരണം ഇത് കൊറിയറിലൊന്നും അയക്കാനൊന്നും ആരും ചോദിക്കരുത്. പിന്നെ ഒരുപാട് തൈകളുണ്ട്. ഇതാ
മഴക്കാലമായാലും ഈ ഭാഗമെല്ലാം കാണാൻ ഭയങ്കര രസമാണ്. പണ്ട് നമ്മൾ കളിച്ചു വളർന്ന സ്ഥലമാണ്. ഇപ്പോൾ സാനിയെല്ലാം എന്താ ഇവിടുന്നാണ് സാനിയെല്ലാം ഇപ്പം കളിക്കൽ. പണ്ട് ഈ തോടിന് കുറുകെ നമ്മൾ പിന്നെ മുട്ടുകെട്ടുക എന്നാ പറയാ, എന്തല്ലോ കല്ലും വാഴത്തടയെല്ലാം വെച്ചിട്ട് മുട്ടുകെട്ടിട്ട് വെള്ളം പയർന്ന് വന്നതിന് ശേഷം അതിനെല്ലാം കുളിക്കൽ. സാനി എന്തായി? എത്രണ്ണായി? 6 ഇനി ഒരുപാടുണ്ട്. ഇതാ ഇനി ഒരുപാടാക്കാനുണ്ട്. സാനിക്ക് ഇന്നൊന്നും ആക്കിയാൽ തീരൂലേമ്മ. സാനി നമുക്ക് ഇവിടെ ഉണ്ടല്ലോ, അടുത്ത വർഷമാകുമ്പോഴത്തേക്ക് നല്ല അടിപൊളി ഒരു ആമ്പൽ കുളം ഉണ്ടാക്കണം. അത്രയും പാട് പൂക്കൾ ഇവിടെ വിരിഞ്ഞിട്ട് കാണാം. എന്നിട്ട് നമുക്ക് ഇപ്രാവശ്യം ഇല്ല, മഴ പെയ്താലൊന്നും ഒലിച്ചു പോകില്ല. കാരണം അത് ആടെ വെള്ളം കെട്ടുമാതിരിയുള്ള സ്ഥലമാണ്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ വേര് താഴേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പോവുകയില്ല. അപ്പോൾ കാലാകാലം അങ്ങനെ ഇതിൻ്റെ കിഴങ്ങുണ്ടല്ലോ, നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഇവിടെയെല്ലാം ഉണങ്ങിയിട്ടുണ്ടാവുന്നതായിരിക്കും. മഴയെല്ലാം കഴിഞ്ഞ് വെള്ളമെല്ലാം പറ്റി ഉണങ്ങിയിട്ടുണ്ടാവുന്നതായിരിക്കും. പക്ഷേ ഇതിൻ്റെ കിഴങ്ങ് അടിയിലുണ്ടായാൽ വീണ്ടും അടുത്ത വർഷം മഴയെല്ലാം പെയ്യുമ്പോഴത്തേക്ക് പിന്നെ നല്ല കണ്ടീഷനായിട്ട് മുളച്ച് വരും. അങ്ങനെ അതുണ്ട് ഇതിൻ്റെ ഒരു ഗുണം. അതാ ഇവിടെ വയലിൽ നിറച്ചും ചെളിയല്ലേ, നീന്തൽ പേടിക്കുന്ന ഇഷ്ടം പോലെ ചെളിയുണ്ട്. കുറച്ച് വാരിയിട്ട് വാ. ഏതായാലും കുറേ എണ്ണം നമുക്ക് ഇടാം. ഇപ്പം 10-20 എണ്ണം ഇട്ടാലേ ചിലപ്പോൾ ഒരു 5-6 എണ്ണം മുളച്ച് കിട്ടുമല്ലോ. ആ ഒരു 5 എണ്ണം മുളച്ച് കിട്ടിയാൽ മതി. മൊത്തം കുടുങ്ങിയ സാനി അതിന് ഇളക്കി എടുക്കൽ കുറച്ച് പണിയാണ്. കാരണം മാല പോലെയാ ഉള്ളത്. ഓരോന്നോരോന്ന് സാവധാനത്തിൽ ഇതാക്കാണ്ട് എടുക്ക്. സാവധാനം എടുക്ക്. അതിൻ്റെ കിഴങ്ങ് കളയല്ല കേട്ടാ. ഒരു ചെറിയ കിഴങ്ങുണ്ടാവും, ആ കിഴങ്ങിലൂടെയാണ് മുളച്ചിട്ട് വരിക. എന്നിട്ട് ശരിക്കും ഫോക്കസ് ആവുന്നില്ല. കറക്റ്റ്. ആ കിഴങ്ങ് മാത്രം മതി മുളച്ച് വരാൻ വേണ്ടിയിട്ട്. അടുത്തായിട്ട് നമുക്കത് ഒന്ന് ഇളകി പോകുന്നതായിട്ട് ഒന്ന് നൂലൊന്ന് കുറച്ച് ചുറ്റി കൊടുക്കണം. കുറച്ച് നന്നായിട്ട് നൂല് ചുറ്റിക്കോ സാധനം. കുറച്ച് ടൈറ്റ് തന്നെ ചുറ്റിക്കോ. അതിൻ്റെ മണ്ടക്കോട്ട് ചുറ്റണ്ടാന്നേ ഉള്ളൂ. കുറച്ച് ദൂരോട്ടായിട്ട് ചുറ്റിയിട്ട് ചാടല്ല. അപ്പോൾ സാനി എന്തായി? എത്രണ്ണായി? 2, 4, 6, 1, 7 അല്ലേ? അപ്പം ബാക്കിയെല്ലാം നമുക്ക് അതിൻ്റെ അകത്തേക്ക് വെള്ളത്തിലേക്ക് ചാടി പിടിപ്പിക്കാം അല്ലേ? സംഭവം എല്ലാം റെഡി ആയല്ലേ സാനി? 7 എണ്ണം ആക്കിയാ? 7 എണ്ണം ആക്കിയാൽ അതിലൊരു 2 എണ്ണമെങ്കിലും നമുക്ക് മുളച്ച് കിട്ടിയാൽ മതി. അങ്ങനെ പിന്നെ ഒരു 2-3 പിടിച്ച് കിട്ടിയാൽ പിന്നെ നമുക്ക് അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ അങ്ങനെ ഓരോ വർഷം കഴിയുന്നതോറും പിടിച്ചങ്ങനെ വരും. അങ്ങനെ നമ്മളൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ച് വർഷം കഴിഞ്ഞിട്ടായാലും ഇവിടെ ഒരു ചെറിയൊരു ആമ്പൽ കുളം ആയി കാണണം എന്നാണ് നമ്മളൊരു ആഗ്രഹം അല്ല സാനി? സാനിയെല്ലാം വലുതാകുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ പൂക്കളാവും കേട്ടോ. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് സെൽഫി എടുക്കാം അല്ലേ? അപ്പോൾ എല്ലാം സാനി റെഡിയാക്കിയിട്ടുണ്ട്. സാനി എടുത്തിട്ട് വാ. നമുക്കിനി ഇത് ഓരോ സ്ഥലത്തേക്കായിട്ട് പിന്നെ ചാടി പിടിപ്പിക്കണം. നമ്മളിപ്പോൾ എങ്ങനെ വീണാലും കുഴപ്പമൊന്നുമില്ല. അത് നല്ല റെഡിയായിട്ട് മുളച്ച് വന്നോളൂ. ഇങ്ങനെ അതിൻ്റെ വേരൊന്ന് മണ്ണിൽ ടച്ച് ചെയ്ത് നിൽക്കണമെന്നേ ഉള്ളൂ. ഇനി വേര് മണ്ണിൽ ടച്ച് ചെയ്തിട്ടില്ലെങ്കിലും ഇവർക്ക് അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വേര് താഴത്തേക്ക് പോകാനുള്ളൊരു ഇതുണ്ട് അവർക്ക്. ചെളിയാ ആൻ സാറില്ല, നമുക്ക് പോയിട്ട് പൈപ്പിൻ്റെ കഴുകാം. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഒന്ന് ഇവിടെ തന്നെ ഇട് സാനി. ഒന്ന് ഇവിടെ ഫസ്റ്റ് കിട്ടിയിട്ട് അടുക്കാം. അടിയിട്. ഒന്ന് അട റെഡി ആയിട്ടുണ്ട്. ഇനി ഇങ്ങോട്ടോ സാനി, ഒന്ന് ഇങ്ങോട്ട് കുറച്ച് ഇത് ഈ കാണുന്ന ആടിയിട്ടെ അടുക്കാം. ഒന്ന് ആട, ഒന്ന് കുറച്ച് ദൂരോട്ട് വലിച്ചാട്. അടുത്തടുത്താണ്ട. രണ്ടുപേരും അടുത്തടുത്തില്ല. ഒന്ന് ഇങ്ങോട്ട്, ഒന്ന് ഇത് ഇവിടെ ഒരു ചെറിയൊരു കുളം മാതിരി ഉണ്ട്. അതാ കണ്ട, ആ കുളത്തിൻ്റെ അടുത്തേക്ക് ആടുന്ന്. എത്ര എണ്ണമായി? ഇനി 4 എണ്ണം ബാക്കിയുണ്ടല്ലേ? ഓ ഇഷ്ടം പോലെ. അട ആയിട്ടുണ്ട്. ഇനി കുറച്ചൊന്ന് അങ്ങോട്ടേക്ക് ആടുന്നല്ലേ? ആള് വിചാരിക്കും ഇവർക്ക് പ്രാന്താന്ന്. പക്ഷേ ഇത് പൂ വിരിഞ്ഞിട്ട് കാണാൻ ഭയങ്കര രസമായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രാന്താന്ന് ആൾക്കാർക്ക് വിചാരിച്ചാലും കുഴപ്പമൊന്നുമില്ല. നല്ല വയലറ്റ് സാനി. ആ പുല്ലുള്ളിലേക്ക് ചാടല്ല, അത് ഫെയിലായി. സാറല്ല, കുഴപ്പമില്ല. എന്നാലും അങ്ങോട്ട് വെള്ളമുള്ള അടുത്തേക്ക് അങ്ങനെയൊക്കെ ആട്. പ്രാന്താന്ന് വിചാരിച്ചാലും കുഴപ്പമില്ല. പൂക്കൾ വിരിഞ്ഞിട്ട് കാണുമ്പം ആൾക്കാർ ആ പ്രാന്ത് എന്നുള്ള ചിന്താഗതി മാറ്റിക്കോളൂ അല്ല സാനി? അത് കുറച്ച് അങ്ങോട്ട് ചാടി കാണാം. നമ്മൾ ഒറ്റ ചാടിയിട്ടല്ല, ഇത് അങ്ങ് അപ്പുറത്തെ ഭാഗത്ത്, അങ്ങേ ഭാഗത്ത്. ഓക്കെ, അപ്പം സാനി കാര്യമായില്ലേ?
ഒന്ന് കാലിൽ കഴിക്കോ. ചെടികൾ ബാക്കിയുണ്ട്, നമ്മൾ കെട്ടാൻ ടിഷ്യൂ ഒന്നും എത്താത്ത കുറച്ച് ഇതുണ്ട്. അത് നമുക്ക് ഇവിടെ അടുത്ത് തന്നെ വെള്ളത്തിൽ ഇട്ട് വെക്കാം. സാനി എല്ലാം പെറുക്കിയെടുക്ക്, ഒന്നും കളയല്ല. സാനി ബാക്കി നമുക്ക് ഈടിടാം, കുറച്ച് ഇങ്ങോട്ടേക്കായിട്ട് ഇടാം. നിന്നെ തവള പിടിക്കൊന്നുമില്ല, നീ പേടിക്കൊന്നും വേണ്ട. കുറച്ച് അങ്ങോട്ടേക്കായിട്ട് ഇട്. ഇറങ്ങണ്ട, വെള്ളത്തിൽ ഇറങ്ങണ്ട, കുറച്ച് അങ്ങോട്ടേക്ക് ചാടിക്കോ. എല്ലാം ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ചാടിക്കോ. അവിടെ പിടിച്ചോളും, കുഴപ്പമൊന്നുമില്ല. ഡാ ഇതേപോലെ കാണുന്നുണ്ടോ പറയാമെങ്കിൽ അടിപൊളിയായിട്ടതാ. ഇപ്രാവശ്യം ചെടി ഉണങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ആ കിഴങ്ങുണ്ടല്ലോ, അത് അടിയിലേക്ക് പോയിട്ട് അവിടെ പിടിച്ചു കഴിഞ്ഞാൽ അടുത്ത മഴ വരുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിക്കോളും. സാനി നമ്മൾ ഇന്നത്തെ ഈ കണ്ടത്തിൽ ആമ്പൽ ഇടുന്ന വീഡിയോ അവസാനിക്കാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ മോണിറ്റൈസേഷൻ ആകാനായിട്ടുണ്ടല്ലേ, ഏകദേശം 3500 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ 4000 മണിക്കൂറാണ് വേണ്ടത്. നിങ്ങളെല്ലാവരും വിചാരിച്ചിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മോണിറ്റൈസേഷൻ ചെയ്യും അല്ലേ സാനി. അപ്പോൾ ഇതേപോലെയുള്ള നാട്ടും പുറത്തുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരും അല്ലേ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ബായ്.